കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചതായി പാർട്ടി ട്രഷറർ അജയ് മാക്കൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ജനാധിപത്യം മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ നൽകുന്ന ചെക്കുകൾ ബാങ്കുകൾ മാറ്റി നൽകുന്നില്ലെന്ന് ഇന്നലെ വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. 210 കോടി രൂപയാണ് യൂത്ത് കോൺഗ്രസിനോടും നൽകാൻ ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ അക്കൗണ്ടുകളിലെ ക്രൗഡ് ഫണ്ടിംഗ് പണമാണ് മരവിപ്പിച്ചിരിക്കുന്നതെന്നും അജയ് മാക്കൻ പറയുകയുണ്ടായി. അജയ് മാക്കൻ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആരോപിച്ച് വാർത്താ സമ്മേളനം നടത്തി മിനിറ്റുകൾക്കകം തന്നെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് ട്രൈബ്യൂണൽ പുനഃസ്ഥാപിച്ചു. ബാങ്ക് അക്കൗണ്ട് പുനഃസ്ഥാപിച്ചെങ്കിലും 115 കോടി രൂപ മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ആരോപിച്ചിട്ടുണ്ട്. 115 കോടി അക്കൗണ്ടിൽ നിലനിർത്തണമെന്ന് ആദായനികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു മുകളിലുള്ള പണം ഉപയോഗിക്കാം. അതിനർത്ഥം 115 കോടി മരവിപ്പിച്ചു എന്നാണ്. കറണ്ട് അക്കൗണ്ടുകളിൽ നിലവിലുള്ളതിനേക്കാൾ കൂടിയ തുകയാണിതെന്നും അജയ് മാക്കൻ ട്വീറ്റ് ചെയ്തു.